صباح الخير طلابي مرحبا بكم إلى فصل جديد وإلى وحدة جديد. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ 4ാം ക്ലാസ്സിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്കും 4ാം ക്ലാസ്സിന്റെ 3ാമത്തെ വഹദയിലേക്കും യൂണിറ്റിലേക്കും സ്വാഗതം. നമ്മുടെ വഹദത്തുൽ ഊല, വഹദത്തു സാനിയ, ഒന്നാമത്തെയും രണ്ടാമത്തെയും വഹദ യൂണിറ്റ് നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വഹദത്തു സാലിസ, 3ാമത്തെ യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് അധികം മുഖവുരയൊന്നും ഇല്ലാതെ നേരെ ക്ലാസ്സിലേക്ക് കയറിയാലോ? തുടങ്ങാം. എന്നാൽ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം, കണ്ടില്ലേ? അൽ വഹദത്തു സാലിസ, 3ാമത്തെ യൂണിറ്റ്. ഈ 3ാമത്തെ യൂണിറ്റിന്റെ പേര് നഹ്നു ഫീ ഖിദ്മതികും എന്നാണ്. നഹ്നു ഫീ ഖിദ്മതികും, ഞങ്ങൾ നിങ്ങളുടെ സേവകരാണ്, നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുള്ളത് എന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. അപ്പൊ ഒരുപാട് ആളുകളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ നമ്മുടെ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അതില് 5 പാഠങ്ങളാണ് നമുക്ക് ഉള്ളത്. 5 ഭാഗങ്ങളാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിനുള്ളത്. ആ 5 ഭാഗങ്ങൾ കൂടി പഠിച്ചു കഴിയുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമ്മള് എന്തുകൊണ്ടാണ്, ആരാണ് നമുക്ക് ഖിദ്മത്ത് ചെയ്യുന്നവർ, നമുക്ക് സേവനം ചെയ്യുന്നത് ആരാണ്, സേവകരാരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇപ്പൊ നമ്മുടെ 1ാമത്തെ പാഠം, 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം എന്ന് പറയുന്നത് അൽ ഖിനാഅ് എന്നാണ്. എന്താ ഖിനാഅ് എന്നറിയോ? ഖിനാഅ് എന്താണെന്നറിയോ? അറിയോ? ഇല്ല. നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു വാക്കാണ്. മുഖം മൂടി എന്നാണ്. മാസ്ക് എന്ന് ഉപയോഗിക്കാറുണ്ട്, മുഖം മൂടി എന്നാണ് അതിന് എല്ലാവരും പറയാറുള്ള അർത്ഥം. മാസ്ക് എന്നും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഖിനാഅ് ആണ് നമ്മുടെ 1ാമത്തെ പാഠം, മുഖം മൂടി. നമുക്ക് തുടങ്ങാം. എന്നാൽ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തോളൂ. ഇതാ ടെക്സ്റ്റ് ബുക്കിന്റെ 48ാമത്തെ പേജ് എടുത്തോ. നല്ല മനോഹരമായിട്ടുള്ള ചിത്രം അല്ലേ? ആ ചിത്രം കാണുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ആരാണ് അത് വന്നത് എന്നും എന്താണ് അത് കൊടുക്കുന്നത് എന്നും ആരായിരിക്കും വാങ്ങുന്നത് എന്നും അറിയില്ലേ? അറിയാം. കാരണം ആ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട്, ആ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട്, ഒരു ബാഗൊക്കെ പിടിച്ച് കത്തൊക്കെ കൊണ്ടുതരുന്ന, അതേപോലെ പാർസലൊക്കെ കൊണ്ടുതരുന്ന ആൾ ആരാണ് എന്ന് നമുക്കറിയാം. ആരാ? പോസ്റ്റ്മാനാണ് അല്ലേ? പോസ്റ്റ്മാനാണ് നമുക്ക് എന്ത് കൊണ്ടുതരാം? കത്തുകളും അതേപോലുള്ള ആരെങ്കിലും അയച്ചിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ്മാനാണെന്ന് കൊണ്ടുതരാം. അപ്പോ നിങ്ങൾ നോക്കൂ, ഈ ചിത്രത്തിന് താഴെ ഒരു 3 കുട്ടികൾ ആ ചിത്രത്തില് ഉണ്ട്. പോസ്റ്റ്മാൻ എന്തോ കൊണ്ടു കൊടുക്കുന്നുണ്ട് അല്ലെ? എന്നാൽ ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു 3 ചോദ്യം സാറ് ചോദിക്കട്ടെ? എന്നാൽ നോക്കൂ, ഇവിടെ 3 ചോദ്യം. മാതാ യസ്തലിമുൽ വലതു, ആ വലത് കൈപ്പറ്റുന്നത് എന്താണ്? കുട്ടി എന്താണ് കൈപ്പറ്റുന്നത്? എന്തായിരിക്കും? ഒന്നെങ്കിൽ ലെറ്റർ ആയിരിക്കും, ബരീദായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? തുറന്നായിരിക്കും അല്ലെ? ഒരു പാർസൽ ആയിരിക്കും. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ ചോദ്യം ഇവിടെ, മൻ ഹാദർ റജുൽ, ഈ റജുൽ ആരാണ്? ഈ മനുഷ്യൻ? പോസ്റ്റ്മാൻ ആണല്ലേ? പോസ്റ്റ്മാനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമ്മുടെ ഈ യൂണിറ്റ് പഠിക്കാനുള്ളതുകൊണ്ട് മറ്റൊരു കാര്യവും സാറിപ്പം പറയുന്നില്ല. 3ാമത്തെ ചോദ്യം, മിൻ ഐന യഅതി ബിത്തുർദി, എവിടെ നിന്നാണ് പാർസലൊക്കെ വരിക എന്നാണ്. ആരാണ് പാർസലൊക്കെ കൊണ്ടുതരിക എന്നാണ്. ചിത്രം നോക്കിയാൽ തന്നെ നമുക്കറിയാം ആരാണ് പാർസൽ കൊണ്ടുതരുന്നവൻ എന്നല്ലേ? ഓക്കെ, നമുക്ക് അധികം ഇത് വിശദീകരിച്ച് നമ്മുടെ സമയം കളയുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ പാഠത്തിലേക്ക് പോവാം. പേജ് നമ്പർ 49 കണ്ടോ? 49ലെ ഹെഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ ഹെഡിങ് ആണ്. അൽ ഖിനാഅ്, മുഖം മൂടി, മാസ്ക് അല്ലെങ്കിൽ മുഖം മൂടി എന്നാണ് ഖിനാഅ്. അൽ ഖിനാഅ് നല്ല മനോഹരമായിട്ടുള്ള സൂറത്ത് അല്ലേ? ഒന്ന് ഇലാ ഹാദിഹി സൂറ, എല്ലാവരും ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. മാദാ തറാ ഫി സൂറ, എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്?
ആരാണ് മൻ യർഖുസു വ മൻ യഫ്റഹു ഫി ഹാദിഹി സൂറ? ആരാണ് ഈ ചിത്രത്തിലെ ഡാൻസ് കളിക്കുന്നത്, ആനന്ദിക്കുന്നത്, ആഹ്ലാദിക്കുന്നത്? ആരൊക്കെയാണ്? കുട്ടികളാണ് അല്ലേ? കുറെ കുട്ടികൾ തുല്ലാബു യംറഹൂന വയഫ്റഹൂന ബിൽ ഖിനാ പിടിച്ചുകൊണ്ട് ആഹ്ലാദിക്കുക, സന്തോഷിക്കുക അല്ലേ? ആ സന്തോഷം ചിലപ്പോ ഡാൻസിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ഖിനാ കൊണ്ട് നിങ്ങൾക്കും ഇഷ്ടമല്ലേ? ഒരു ഖിനാ കിട്ടിയാൽ, മുഖംമൂടി കിട്ടിയാൽ, ആരെങ്കിലും ഒരു ഖിനാ എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുവോ? ഇല്ല, നമ്മളൊന്ന് എടുത്ത് വെച്ച് നോക്കും അല്ലേ? നമ്മളൊന്ന് എടുത്ത് വെച്ച് നോക്കും, എന്നിട്ടോ സന്തോഷിക്കും അല്ലെ? മറ്റുള്ളവർ കാണുമ്പോക്കെ അവർക്ക് സന്തോഷം കിട്ടുന്ന രൂപത്തിലുള്ള കളിയൊക്കെ നമ്മൾ ഖിനാ കൊണ്ട് കളിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഖിനാഇന്റെ പാഠം ഒന്ന് വായിച്ചു നോക്കിയാലോ? ആദ്യം സാറ് വായിച്ച് പിന്നീട് അർത്ഥം പറയുന്നില്ല, വായനയും അർത്ഥമൊക്കെ ഒരുമിച്ച് തന്നെ പോവാം. നമുക്ക് സമയം കൂടുതലായി പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഓരോ സെന്റൻസ് വായിക്കും, എന്നിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. റെഡി? അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ. സാറിങ്ങനെ വായിച്ച് തരുമ്പോൾ ശ്രദ്ധിച്ച് അതിന്റെ അർത്ഥമൊക്കെ ക്ലിയർ ആയിട്ട് നോക്കി ആശയമൊക്കെ മനസ്സിൽ വെക്കണം. ചില പ്രത്യേക പദങ്ങളൊക്കെ മനസ്സിൽ മറന്നു പോവാതെ സൂക്ഷിക്കണം. ലാസ്റ്റ് സാറ് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. റെഡി? ഖിനാ, മുഖം മൂടി. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കോളൂ. ഇസ്തഅദ്ദ ജാസിം ലിദ്ദിഹാബി ഇലൽ മദ്റസതി. ഇസ്തഅദ്ദ ജാസിം, ജാസിം തീരുമാനിച്ചു, ലിദ്ദിഹാബ് പോവാൻ, ഇലൽ മദ്റസതി മദ്രസയിലേക്ക്. എന്താ മദ്രസ പറഞ്ഞാല്? സ്കൂളിലേക്ക്. ഫതദക്കറ ഖൗല മുദരിസതിഹി. ഫതദക്കറ, അപ്പോഴാണ് ഓർത്തത്, ഖൗല മുദരിസതിഹി, അവന്റെ ടീച്ചർ പറഞ്ഞ കാര്യം, ടീച്ചർ പറഞ്ഞ വാക്ക് അപ്പോഴാണ് അവൻ ഓർത്തത്, സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ. അങ്ങനെ അഹദ ജാസിം അൽ ഹഖീബ, ജാസിം അവന്റെ ബാഗ് പോയിട്ട് എടുത്തു. ഹഖീബത്ത് ബാഗ്, അഹദ പറഞ്ഞാൽ എടുത്തു, പിടിച്ചു എന്നൊക്കെയാണ്. അൽ കുതുബ വൽ ഖലമ വൽ മഹായ വൽ മിസ്തറത വൽ മിഖസ് വൽ റീഷ്. എന്തൊക്കെ പറഞ്ഞത്? ആ ഹഖീബത്തിലേക്ക് വെച്ചു. എന്തൊക്കെയാ വെച്ചത്? അൽ കുതുബ്, കിതാബിന്റെ ജംആൻ കുതുബ്. കിതാബ് എന്തായിരുന്നു? പുസ്തകം. കുതുബോ പുസ്തകങ്ങൾ. അപ്പൊ കുതുബ് വെച്ചു, പുസ്തകങ്ങൾ വെച്ചു. വൽ ഖലം, പെന്ന് വെച്ചു. വൽ മഹായ, എന്താ മഹായ? എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോയാൽ മായ്ക്കുന്ന സാധനം, എറൈസർ. ഓക്കെ, എറൈസർ വെച്ചു. വൽ മിസ്ത്വറത്ത്, വരയ്ക്കുക ചെയ്യുന്ന സമയത്ത് നേരെ വരാൻ വേണ്ടി ചെയ്യും, എടുക്കും, സ്കെയില്. പിന്നെയോ വൽ മിഖസ്, മിഖസ് കത്രിക. വരീഷത്ത്, വരീഷത്ത് ബ്രഷ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്ന സമയത്ത് അതിന് കളർ കൊടുക്കാൻ എന്ത് വേണം? ബ്രഷ് വേണം. അപ്പോ ഇത്തരം സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ജാസിമ് അവന്റെ ബാഗിലേക്ക് വെച്ചു. സുമ്മ, എന്നിട്ട് മദ്രസത്തി. ഇതിനാണ് പോയി. വേഗത്തിൽ പോയി. മദ്രസത്തി, അവൻ വേഗത്തിൽ അവന്റെ സ്കൂളിലേക്ക് പോയി. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ. ഇൻതളറ ജാസിം ഖുദൂമൽ മുദരിസത്തി ജൂലി. ഇൻതളറ ജാസിം, ജാസിം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ജാസിം. ആര്? എന്തിനെ? ഖുദൂമൽ മുദരിസത്തി, ടീച്ചറുടെ വരവും പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഏതാ ടീച്ചർ? ജൂലി, ജോളി ടീച്ചർ. ജോളി ടീച്ചർക്ക് ജൂലി എന്നാണ് അറബിയിൽ എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജൂലി ടീച്ചർ എന്നോ ജോളി ടീച്ചർ എന്നോ പറയാം, ഒരു ടീച്ചറുടെ പേര്. അപ്പൊ ജോളി ടീച്ചറുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇൻതളറ ജാസിം ഖുദൂമൽ മുദരിസത്തി ജൂലി, ജോളി ടീച്ചറുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജാസിം ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹിയ മിൻ അഅസിൽ മുദരിസീന ഇലൈഹി. ഹിയ, ജൂലി ടീച്ചർ എന്ന് പറയുന്നത്
ആരാണ്? അഅസ്സിൽ മുദരിസീന ഇലൈഹി, അവന് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറാണ്, അധ്യാപകരിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ജൂലി ടീച്ചർ. ആർക്ക്? നമ്മുടെ ജാസിമിന്. തദറബ മിൻഹ, കാരണം എന്താ അറിയോ? തദറബ മിൻഹ, അവൻ ടീച്ചറിൽ നിന്നാണ് പഠിച്ചത്, പരിശീലിച്ചത്. എന്ത്? അൽ ഹിറഫൽ യദവിയ. ഹിറഫൽ യദവിയ എന്താ? ഹിറഫൽ യദവിയ കൈത്തൊഴിൽ, കൈകൊണ്ടുണ്ടാക്കുന്ന കുറെ ക്രാഫ്റ്റുകൾ, ഹാൻഡിക്രാഫ്റ്റ് നമ്മൾ പറയാറുണ്ട് അല്ലെ. കൈത്തൊഴിലൊക്കെ പഠിച്ചത് നമ്മുടെ ജൂലി ടീച്ചറിൽ നിന്നാണ്. ഫഅസ്ബഹ മാഹിറൻ ഫീഹ, ഫഅസ്ബഹ മാഹിറൻ, അങ്ങനെ അവൻ മാഹിറായി തീർന്നു. എന്തില്? മിൻഹ, ആ ഹിറഫൽ യദവിയയിൽ. കൈത്തൊഴിലൊക്കെ പഠിച്ചപ്പോൾ അതിൽ അവൻ വളരെ എക്സ്പേർട്ടായി തീർന്നു, വളരെ ഉഷാറായി തീർന്നു. എന്നിട്ടോ തെറാഫിയദിഹി വർക്കത്ത്, വർക്കത്ത് നിങ്ങൾക്ക് കാണാം. എന്ത്? തെറാഫിയദിഹി, അവന്റെ കയ്യിൽ ചിലപ്പോൾ കാണാം വർക്ക് കാണാം. എന്താ വർക്ക്? വർക്കത്ത് പറഞ്ഞാൽ എന്താ? ചിലപ്പോ ഒരു വർക്കത്ത് പേജ് കാണാം, പേപ്പർ കാണാം. വമാഹിയ ഇല്ലാ ദഖായിഖ്, വമാഹിയ ഇല്ലാ ദഖായിഖ്, ഇല്ല അല്പം ദഖായിഖുകൾ കഴിയുമ്പോഴേക്കും, സെക്കൻഡുകൾ, നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും തസീറു സഹറതൻ ജമീലതൻ, തസ്വീർ അതായിത്തീരും, ആ പേപ്പർ ആയിത്തീരും. എന്ത്? വറക്കത്തൻ ജമീലത്തൻ, അല്ല സഹറത്തൻ ജമീലത്തൻ, മനോഹരമായ സഹറത്തായി ചിലപ്പോൾ ആ പേപ്പർ മാറിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ത്വാഇറൻ ജമീല, ആ മനോഹരമായിട്ടുള്ള പക്ഷിയുടെ രൂപത്തിലേക്ക് ആ വർക്കത്ത് ചിലപ്പോൾ ആയിട്ടുണ്ടാവും, പേപ്പർ മാറിയിട്ടുണ്ടാവും. ഖാരിബൻ സ്വഗീറ, അതല്ല എങ്കിൽ ചെറിയൊരു തോണി ആയി മാറിയിട്ടുണ്ടാവും അവന്റെ കയ്യിലുള്ള ആ പേപ്പർ. ഇനി അടുത്ത പേജിലേക്ക് നോക്കൂ, പേജ് നമ്പർ 50 കണ്ടോ? ഇതിന്റെ ബാക്കിയാണ്. അപ്പോ നമ്മുടെ ജാസിമിന്റെ കയ്യിലുള്ള ഒരു പേപ്പർ, അവന്റെ കയ്യിൽ നമ്മൾ ചിലപ്പോൾ ഒരു പേപ്പർ കാണും. സെക്കൻഡുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതൊരു മനോഹരമായിട്ട് സിഹറായിട്ടുണ്ടാവും, അതല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഏതെങ്കിലും പക്ഷിയായിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ചെറിയതോ വലിയതോ ആയിട്ടുള്ള തോണിയുടെ രൂപത്തിലേക്ക് ആ പേപ്പർ അവൻ മാറ്റിയിട്ടുണ്ടാവും. അത്ര എക്സ്പേർട്ടായി തീർന്നു, മാഹിറായി തീർന്നു നമ്മുടെ ജാസിം. ദുക്കൽ ജറസ, അങ്ങനെ ദുക്കൽ ജറസ, ബെല്ലടിച്ചു. ദഖലത്തിൽ മുദരിസത്തു ജൂലി അസ്സഫ, ദഖലത്തിൽ മുദരിസത്തു, മുദരിസത്തു വന്നു, പ്രവേശിച്ചു. ആര്? ജൂലി ടീച്ചർ വന്നു. അസ്സഫ, എവിടെ? ക്ലാസ്സിലേക്ക് വന്നു, ബെല്ലടിച്ചപ്പോ. വ അഖ്റജത് മിൻ ഹഖീബതിഹ, എന്നിട്ട് വ അഖ്റജത്, പുറത്തേക്ക് എടുത്തു, മിൻ ഹഖീബതിഹ, ടീച്ചറുടെ ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. എന്താ എടുത്തത്? ഖിനാഅത്ത് എടുത്തു. ആരുടെ ഖിനാ? ഒരു ഖിർദിന്റെ ഖിനാ, ഒരു കുരങ്ങന്റെ മുഖം മൂടി. ആരെടുത്തു? നമ്മുടെ ജൂലി ടീച്ചർ ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. വസബ ജാസിം മിനൽ മഖ്അദി, അത് കണ്ടപ്പോഴേക്കും വസബ, ചാടി എഴുന്നേറ്റു. ആര്? ജാസിം ചാടി എഴുന്നേറ്റു. മിനൽ മഖ്അദി, എവിടെ നിന്ന്? ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു നമ്മുടെ ജാസിം. വഖാൽ, എന്നിട്ട് അവൻ പറഞ്ഞു, ലൗ മസഹ്തി യാ സയ്യിദതി, എക്സ്ക്യൂസ് മീ ടീച്ചറെ, എക്സ്ക്യൂസ് മീ ടീച്ചറെ, മുംകിൻ അൽബസ്, ഞാനതൊന്ന് ധരിച്ചോട്ടെ, ഞാനതൊന്ന് അണിഞ്ഞു നോക്കട്ടെ ടീച്ചറെ, എക്സ്ക്യൂസ് മീ ടീച്ചറെ, എനിക്കതൊന്ന് തരുമോ, ഞാനതൊന്ന് അണിഞ്ഞു നോക്കട്ടെ എന്ന് നമ്മുടെ ജാസിം ചാടി എന്നിട്ട് ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, തഫല്ലൽ, തഫല്ലൽ, തീർച്ചയായും വാ. മാ റഅയ്കും നുഹയ്യിഉൽ യൗമ ഖിനാഅൻ റാഇഅ, മാ റഅയ്കും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തിനെ കുറിച്ച്? നുഹയ്യിഉൽ യൗമ ഖിനാഅൻ റാഇഅ, അതിമനോഹരമായിട്ടുള്ള ഒരു ഖിനാ ഇന്ന് നമുക്ക് നിർമ്മിച്ചാലോ, സ്വന്തമായി ഉണ്ടാക്കിയാലോ? എന്താ കുട്ടികളെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് ടീച്ചർ ചോദിക്കുകയും ചെയ്തു. ആർക്കെങ്കിലും ഉണ്ടാകും അതിലെതിരഭിപ്രായം? നമ്മുടെ ജാസിമിന്റെ കൂട്ടുകാരെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു, ടീച്ചറെ ഓക്കെ, ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു ഖിനാ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പാഠം, അൽ ഖിനാ എന്ന ഭാഗം. മനസ്സിലായോ കൂട്ടുകാരെ? കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? എന്നാൽ മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ സാറ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഓക്കെ,
സമയം കുറവുള്ളത് കൊണ്ടാണ് അധികം വിശദീകരിക്കാതെ കാര്യം പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ കുറച്ച് ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയോ? ഓക്കെ. ഇല ഐന ദഹബ ജാസിം, ഇല ഐന ദഹബ ജാസിം. നമ്മുടെ ജാസിം രാവിലെ തന്നെ എഴുന്നേറ്റ് ബാഗ് എടുത്ത് എങ്ങോട്ടാണ് പോയത്? എങ്ങോട്ടാ? വെരി ഗുഡ്, ഇലൽ മദ്രസത്തി. അങ്ങനെയാണെങ്കിൽ മാദാ വലഅ ജാസിം ഫി ഹഖീബത്തിഹി, മാദാ വലഅ ജാസിം ഫി ഹഖീബത്തിഹി. ജാസിം അവന്റെ ഹഖീബത്തിൽ എന്തൊക്കെയാണ് വെച്ചത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ എന്തൊക്കെ വെച്ചിരുന്നു? കലമ് വെച്ചു, അതേപോലെ കിതാബ് വെച്ചു, മഹായ വെച്ചു, മിസ്തറത്ത് വെച്ചു, മിഖസ് വെച്ചു, രീശത്ത് വെച്ചു. ഒക്കെ നമ്മുടെ പാഠത്തിലുണ്ട് അല്ലേ? ഓർമ്മ വേണേ. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, മൻ അഅസുൽ മുദർരിസീന ഇലൈഹി, മൻ അഅസുൽ മുദർരിസീന ഇലൈഹി. നമ്മുടെ ജാസിമിന് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആരായിരുന്നു? വെരി ഗുഡ്, ജൂലി ടീച്ചറാണ് അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, മാദാ തദറബ ജാസിം മിനൽ മുദരിസത്തിഹി, മിൻ മുദരിസത്തിഹി. നമ്മുടെ ജാസിം അവന്റെ ടീച്ചറിൽ നിന്ന് ഏറ്റവും ഇഷ്ടത്തോടു കൂടി പഠിച്ച ഒരു കാര്യം എന്തായിരുന്നു? അതന്നെ, വെരി ഗുഡ്. അതിനെന്തായിരുന്നു അറബിയിൽ നമ്മൾ പറഞ്ഞത്? ഹിറഫുൽ യദവിയ അല്ലേ? കൈത്തൊഴിൽ. ഓക്കെ. അങ്ങനെ അടുത്ത ചോദ്യം, മാദാ യസ്നഉ ജാസിം ബിൽ ഔറാഖ്. ജാസിമിന്റെ കയ്യിൽ ഒരു ഔറാഖ് വറക്കുണ്ടെങ്കിൽ, പേപ്പറുകൾ ഉണ്ടെങ്കിൽ, അവൻ സെക്കൻഡുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് എന്തൊക്കെയാക്കിയിട്ടാണ് അത് മാറ്റാറുള്ളത്? എന്തൊക്കെയാണ്? വെരി ഗുഡ്. ചിലപ്പോൾ സഹർ ഉണ്ടാവും. വെരി ഗുഡ്. ചിലപ്പോ ത്വാഹിറായിരിക്കും. ചിലപ്പോ ആരിബായിരിക്കും അല്ലെ? തോണിയായിരിക്കും. വെരി ഗുഡ്. എങ്കിൽ അവസാനത്തെ ഒരു ചോദ്യം, മാദാ അഖ്റജത്തിൽ മുദരിസത്തു മിൻ ഹഖീബത്തിഹ. നമ്മുടെ ടീച്ചറുടെ ബാഗിൽ നിന്ന് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു എടുത്തത്? പുറത്തേക്ക് എടുത്തത് വെരി ഗുഡ്, കുരങ്ങന്റെ മുഖം മൂടി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാഠത്തിന് തൊട്ട് താഴേക്ക് നിങ്ങൾ നോക്കൂ, നതഹയ്യലു വനക്തുബു, ചിന്തിച്ചെഴുതാം എന്നാണ്. നമുക്കത് ആലോചിച്ച് നോക്കിയിട്ടൊന്ന് എഴുതി നോക്കിയാലോ എന്നാണ്. എന്താ എഴുതേണ്ടതെന്നോ? ഇതാ ഇവിടെ ഒരു ചോദ്യം കണ്ടില്ല നിങ്ങൾ? മൽ അഷിയാഉൽ മുഹ്താജു ലിതഹയ്യ ഖിനാഅൽ ഖിർദി എന്നാണ്. കുരങ്ങച്ചന്റെ മുഖംമൂടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ എന്നാണ്. എന്തെളുപ്പാണ്. നമ്മുടെ അൽ ഖിനാ എന്ന പാഠഭാഗത്ത് ജാസിം അവന്റെ ബാഗിലേക്ക് എടുത്തു വെച്ച സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ എഴുതേണ്ടതുള്ളൂ. അത്രേ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഓക്കെ. എന്തൊക്കെയായിരുന്നു സാധനങ്ങൾ? ഒരു കാര്യം ചെയ്യട്ടെ, സാറ് ആദ്യം നമ്മൾ നേരത്തെ പാഠഭാഗത്ത് പഠിച്ച ആ വസ്തുക്കളുടെയൊക്കെ ചിത്രങ്ങളും അവയുടെ പേരുകളും മാത്രമേ ഒന്ന് നിങ്ങൾക്കിവിടെ കാണിച്ചു തരട്ടെ. അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നോട്ട് പുസ്തകം എടുത്തിട്ട് ആ ചിത്രത്തിന്റെ പേര് ഇടത് ഭാഗത്ത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതുക, വലത് ഭാഗത്ത് അതിന്റെ അറബിയും നിങ്ങൾ എഴുതിയെടുക്കണം. അത് പഠിക്കാനുള്ളതാണ്. ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ഭാഗത്തും നമുക്കത് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ഓക്കെ. എന്നാൽ നോട്ട് പുസ്തകം എടുത്തോളൂ എല്ലാവരും. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഓരോന്നിന്റെ പേരും നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക, മനസ്സിന്റെ ഉള്ളിലേക്ക് ഓർമ്മിച്ചു വെക്കുകയും ചെയ്യുക. ഓക്കെ. ഇതാണ് ഒന്നാമത്തെ ചിത്രം. എന്തുണ്ടാക്കണമെങ്കിൽ ആദ്യം ഇത് വേണം. എന്തായിരുന്നു? ഒരു പേപ്പർ അല്ലേ? ഒരു വറക്ക്, ഒരു പേപ്പർ. എന്താണ് പേപ്പർ എന്ന് അറബിയിൽ നമ്മൾ പറയാം? വറക്കത്തുൻ എന്നാണ്. വറക്കുൻ അല്ലെങ്കിൽ വറക്കത്തുൻ. ഓക്കെ. രണ്ടാമത്തത് എല്ലാവർക്കും അറിയാം, കലം, പെന്നാണ്. അടുത്തത് മഹായ. എന്താ മഹായ? എറൈസർ, ഡസ്റ്റർ അല്ലെങ്കിൽ എറൈസർ. പിന്നെ മിസ്റ്ററത്താണ് അല്ലെ? മിസ്റ്ററത്ത്, സ്കെയില്. അടുത്തത് മിക്കസ്, കത്രിക. പിന്നെ ഉള്ളത് രീഷത്ത്. രീഷ് എന്ന് പറഞ്ഞാല് തൂവൽ.
ഓക്കെ, ബ്രഷ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ഭാഗത്തേക്ക് എഴുതുക. ഏതൊക്കെ വേണ്ടത്? ഇതാ കുറെ വരിയുണ്ട്, നിങ്ങൾക്ക് അറിയുന്നൊക്കെ ഇവിടെ നിങ്ങൾക്ക് എഴുതാം. പേപ്പർ വേണം. പേപ്പർ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞത്, അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്ത് നോക്കിയിട്ട് ഇവിടേക്ക് എഴുതുക. പിന്നെ എന്തൊക്കെ വേണം? നമ്മൾ നേരത്തെ കാണിച്ച ചിത്രങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനോഹരമായിട്ട് ഇവിടേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അപ്പൊ ഇത്രയാണ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗം അൽ ഖിനാഅ എന്ന ഈ മനോഹരമായ പാഠം കൂട്ടുകാരെന്ത് ചെയ്യണം, നന്നായിട്ട് വായിച്ച് പഠിക്കണം. സാർ അർത്ഥം പറഞ്ഞത് 1 or 2 പ്രാവശ്യം ആവർത്തിച്ച് കേട്ട് അത് നിങ്ങൾ പഠിക്കുക. അവസാന പേജിൽ പറഞ്ഞ ആ ഒരു പ്രവർത്തനം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. അതേ സാധനം തന്നെ, അതേ കാര്യം നിങ്ങൾ നോട്ട് പുസ്തകത്തിലും ഖുറാസത്തിക്കും നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയിട്ട് രണ്ടും ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ചെയ്യാനുള്ള പ്രവർത്തനം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ചാനലില് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ ചുവന്ന നിറത്തിലാണ് സബ്സ്ക്രൈബ് എന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നത് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളും മറ്റു ഉപകാരപ്രദമായ വീഡിയോകളും ഉടനടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കേട്ടു, അതിൽ ചെയ്യാനുള്ള പ്രവർത്തന സാറ് പറഞ്ഞു, അത് ചെയ്തിട്ട് ടീച്ചേഴ്സിനെ മിടുമിടുക്കരായിട്ട് അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മഅസ്സലാം, ശുക്രൻ.